എണീക്ക് വാ, നമുക്ക് താഴെ അയച്ചോ അയച്ചോ. എണീക്കപ്പാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇതാ നമ്മൾ എണീച്ചിട്ടുണ്ട്. ഞാൻ മെല്ലെ എണീച്ച് ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷായി ഇങ്ങ് വരാൻ നോക്കിയതാണ്. ഞാൻ വരുമ്പോഴേക്കും ഒരാളുടെ എണീച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അവളൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനിയിപ്പോൾ താഴെ കൊണ്ടുപോകണം. അപ്പം ഇന്നത്തെ ഞാൻ ഒരു ഡെയിലി വ്ലോഗ് എടുക്കാമെന്ന് ചോദിച്ചു. നമുക്ക് പുറത്ത് പോകാനും പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ന് ഹോസ്പിറ്റലൊക്കെ പോകണം, ഷുട്ടുവിനെ ഒന്ന് പീഡിയാട്രിഷനെ കാണിക്കണം. അപ്പോൾ അതൊക്കെയാണ് ചെറിയ പരിപാടീസ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോൻ കഴിക്കാം. ഇതിൻ്റെ ഒറ്റത്ത് പോണ്ടേ, ഹോസ്പിറ്റലിൽ പോണ്ടേ? അയ്യേ, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ആക്കൂ, അതിന് അങ്ങനെ ചെയ്യുന്നേ? അങ്ങനെ കുറച്ച് സമയം ഷുട്ടുവിനെ കളിപ്പിച്ച് അവളെ മൂടൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ നേരെ ഇതാ അടുക്കളയിൽ വന്ന് ചായ കുടിക്കാമെന്ന് ചോദിച്ചു. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നമുക്കിന്ന് ദോശയും ചെറുപയർ കറിയാണ്, അരിദോശ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഷുട്ടു കുറച്ച് സമയം കാത്തുവിന് വെച്ച് തരും അമ്മയെന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്ക് ടി വിയും വെച്ച് കൊടുത്ത് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷുട്ടാ ഷോട്ട് വീട്ടിലേ അമ്മക്ക് പോകുള്ളൂ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയിൽ ഏകദേശം അങ്ങ് തുടങ്ങി. നമുക്ക് സവാള ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെറിയുള്ളിയും പിന്നെ തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ആഡാക്കി കൊടുത്തു. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ ചതുക്കി. പിന്നെ എനിക്ക് ഈ പയറിനോട് വലിയ താല്പര്യമില്ല. എന്താ പറയുക, വലിയ പയറാണ്, പക്ഷേങ്കിൽ നാടനല്ല, ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഷുട്ടുവിന് കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അടുത്ത് അവൾക്ക് ഓറഞ്ച് ജ്യൂസ് അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. സാധനമാണ് ഈ ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ എന്തായാലും ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിച്ചു കൊടുക്കട്ടെ. ഷുട്ടുവിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലും വാട്ടർമെലൺ ഇല്ലെങ്കിൽ ഇതുപോലെ ഓറഞ്ച്, പിന്നെ നമ്മൾ പാലിലൊക്കെ മിക്സായി കൊടുക്കുന്ന ഈത്തപ്പഴം, പിന്നെ പൊമഗ്രാനൈറ്റ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ജ്യൂസ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും ആൾക്ക് കൂടുതൽ ഇഷ്ടം ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ തണുപ്പൊക്കെ കൂടി അങ്ങ് കുടിക്കുമ്പം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 11 മണി ആ സമയമാകുമ്പം ആൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ അവൾ പഴം കഴിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുക. ഈവനിങ് ആകുമ്പോൾ പിന്നെ പാലൊക്കെ കുടിക്കും. അപ്പോൾ അങ്ങനെ മിഡ് സ്നാക്കായിട്ട് അങ്ങനത്തെ ഫ്രൂട്ട്സാണ് ഇപ്പം കൂടുതലും ഞാൻ കൊടുക്കാൻ നോക്കാറുള്ളത്. കാരണം ആദ്യം അവൾ ഫ്രൂട്ട്സൊക്കെ കുറച്ച് കഴിക്കൽ കുറവായിരുന്നു, ഇപ്പം കുറേയും കൂടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഫ്രൂട്ട്സാണ് മിഡ് സ്നാക്കായിട്ട് കൊടുക്കുന്നത്, വേറെ അങ്ങനെയൊന്നും കൊടുക്കാറില്ല.
ജ്യൂസ് വീകൂല മെല്ലെ പതുക്കെ ആക്കിക്കോ വെള്ളം ഒന്നും ആക്കണ്ട കഴിഞ്ഞിനി മോക്കാക്കിയ മറിഞ്ഞു പോകും ആ തരാം അമ്മ കുറച്ച് തരാം ആ ഉണ്ട് ഒഴുക്കി ഒഴുക്കി അയ്യോ മതി അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എല്ലാം ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ പണിയാണ് നമ്മളെ കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്നത്. എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് OCD പ്രശ്നങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം എന്താ പറയുക അതുപോലെ തന്നെ ക്ലീനാക്കണം, അതെല്ലാം എടുത്തെടുത്ത് വെക്കണം, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും നിൽക്കാറില്ല. എനിക്ക് പറ്റുന്നത് പോലൊക്കെ ഞാൻ ചെയ്തിട്ട് അവിടെ വെക്കും, അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ട്. ഈവനിങ് ആകുമ്പം ഷുട്ടുവിനെ ഡോക്ടറെ കാണിക്കാൻ പോകാനുണ്ട്. കുറച്ച് നാളായിട്ട് ആൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വയറുവേദന അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ മാറുമെന്ന് വിചാരിച്ചു, പിന്നെ അവൾക്കങ്ങ് ശരിയാവുന്നില്ല. എന്ത് ഫുഡ് കഴിച്ചാലും ഒരു ചെറിയ കുത്തൽ ഫീൽ ചെയ്യുന്നുണ്ട് അവൾക്ക് വയറ്റുന്ന്. അപ്പം അത് ഞാനിന്ന് ഡോക്ടറെ അടുത്ത് എന്താ പറയുക ടോക്കൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണമായതുകൊണ്ട് കുറച്ചൊരു ഹറിബറി തിരക്കിലാണ് ഇന്ന് ഫുള്ള്. അപ്പോൾ ഇനി ഇതാ നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. മെയിനായിട്ടുള്ള ക്ലീനിങ് ഈ അടുപ്പ് ക്ലീനാക്കലാണ്. നമ്മുടെ ഇങ്ങനത്തെ സ്റ്റൗ ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും ക്ലീനാക്കി വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കറ പിടിക്കും. പിന്നെ ക്ലീൻ ആവൽ എന്ന് പറഞ്ഞാൽ വലിയ പണിയായിരിക്കും. അതുകൊണ്ട് ഞാനായാലും അമ്മയായാലും ഡെയിലി നല്ല തുടച്ച് നമ്മുടെ ലൈസോളൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കും. എന്നാൽ മാത്രമേ നമ്മുടെ ഈ മേലെ കാണുന്ന ആ സ്റ്റീലിൻ്റെ കളറ് നല്ലതായിട്ട് നിൽക്കുള്ളൂ. അത് ഞാൻ ഇവിടെ നിന്നല്ല, നമ്മൾ അങ്ങുള്ള സമയത്താണെങ്കിലും എനിക്കെപ്പോഴും സ്റ്റൗ നല്ല വൃത്തിയായിട്ടിരിക്കണം. അതിനകത്ത് ഇങ്ങനെ കറകളും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും നല്ല പോലെ ക്ലീനാക്കി വെക്കും. നല്ല ഗ്ലാസ് പോലെ ഇരിക്കണം സ്റ്റൗ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് ഈ കാര്യത്തിലൊക്കെ കുറച്ച് OCD പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇച്ചിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം ക്ലീനാക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് മീൻ വാങ്ങി വരണം. നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന്. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ചുറ്റിനെ കുളിപ്പിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല, അതുകൊണ്ട് ഞാൻ ഈ കോലത്തിൽ തന്നെ പോകുന്നത്. ഇനിയിപ്പോൾ വന്നിട്ട് വേണം എനിക്ക് ചുറ്റുവിനെ കുളിപ്പിക്കാനല്ല. നമുക്ക് എന്തായാലും നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരട്ടെ. ഇന്ന് വരും, 21 ഷോപ്പിങ്ങിനല്ല, നമുക്ക് ഇനിയിപ്പോൾ പോയിട്ട് നമ്മൾക്ക് ഒപ്പച്ചിൽ പോണ്ടേ, ഹോസ്പിറ്റലിൽ പോണ്ടേ, ആടിക്ക ഷുഗറാട്ടെ, എന്നിട്ട് നമുക്ക് പോയി കാണിക്കണ്ടേ. ചുട്ടു ബേബീനെയാണ് കാണിക്കേണ്ടത്. വേണ്ട, ഞാൻ വാങ്ങിക്കോളൂ. അതിനിതാ നമ്മൾ മീൻ മാർക്കറ്റിലെത്തി. കുറേ മീനുണ്ടായിരുന്നു. ഇതൊക്കെ ഫ്രഷായിട്ട് വന്നിട്ടുള്ള മീനാണ്. അപ്പം ഞാൻ കുറച്ച് മത്തിയും മയിലും സാധനങ്ങളും കോയിലും ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞത് നേരെ വീട്ടിലേക്ക് പോയി. ഇനിയെല്ലാം ഹറിബറി പരിപാടിയായിരിക്കും, ഫുൾ തിരക്കാണ്. അങ്ങനെയൊക്കെ നമ്മൾ മീനൊക്കെ വാങ്ങിയെത്തി. ഇപ്പോഴേക്ക് തന്നെ 12:30 ആവാറായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഷുട്ടിനെ കുളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്നാലും നമ്മൾ പോയിട്ടൊന്ന് കുളിപ്പിക്കട്ടെ ഇവിടെ. അങ്ങനെ ആക്കരുതപ്പാ. അപ്പോൾ അങ്ങനെ ഇതാ പെട്ടെന്ന് എൻ്റെ ഷുട്ടുപ്പിൻ്റെ കുളി കഴിഞ്ഞു. എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെക്കണം. നമ്മൾ പെട്ടെന്ന് പോയിട്ടൊന്ന് ലഞ്ച് കഴിച്ചിട്ട് ഞാൻ വരാം. അതൊന്നും എടുക്കാനുള്ള ഒരു സാവകാശമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊന്ന് ലഞ്ച് കഴിച്ചിട്ടെ. അതിനിതാ പെട്ടെന്ന് തന്നെ റെഡിയായി നമ്മൾ ഇറങ്ങിയിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പുറത്ത് പോയി വരുമ്പോഴേക്ക് തന്നെ ഏകദേശം ഒരു 12:30 സമയമായിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 2 മണി ആവുമ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയാലേ നമുക്ക് 3:20 അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും അങ്ങ് എത്തുള്ളൂ. പിന്നെ റോഡ് പണീൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ലേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഞാൻ റെഡിയാവുന്നൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. ലാസ്റ്റ് മിനിറ്റിലൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണ്. എനിക്കെപ്പോഴും എത്ര നേരത്തെ റെഡി ആയാലും ലാസ്റ്റ് മിനിറ്റ് ആകുമ്പം ഒരു ഓട്ടം ഉണ്ടാവും. അത് ഷുട്ടു ആയതിന് ശേഷം കേട്ടോ അങ്ങനെ. അല്ലെങ്കിൽ ഞാൻ വളരെ കറക്റ്റ് ടൈമിൽ റെഡിയായി കറക്റ്റ് ടൈമിൽ പോകുന്ന ആളാണ്. പക്ഷെ ഇപ്പം ആളുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പം അവൾ അങ്ങോട്ടേക്ക് ഓടും.
അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിട്ട് അവൾ സമ്മതിക്കില്ല. ഡ്രസ്സ് മാറണമെങ്കിൽ തന്നെ വേണം അവൾക്ക് ഒരു അരമണിക്കൂർ. അങ്ങനെ ഇതാ നമ്മൾ ഓടിപ്പിടിച്ച് ഞാൻ ഒരു 3:17 ആയപ്പോൾ ഹോസ്പിറ്റലിലെത്തി. കറക്റ്റ് ടൈമായിരുന്നു. പെട്ടെന്ന് തന്നെ OP ടിക്കറ്റ് എടുത്ത് നമ്മൾ അങ്ങോട്ടേക്ക് ഓടി. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ബുക്കിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പെട്ടെന്നൊന്നും അകത്തേക്ക് കയറ്റില്ല, കുറച്ച് നിന്നിട്ടൊക്കെ കയറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബേബി മടിയിലിരിക്കണോ? വേദനയുണ്ടോ പറഞ്ഞോ? അങ്ങനെ തൊടുമ്പൊന്നുമില്ല, ഫുഡ് കഴിച്ചാൽ മാത്രം. നമ്മൾ ഡോക്ടർ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ ഷുട്ടൂന് ജനിച്ച സമയം തൊട്ടിട്ട് ഉള്ള ഒരു ഡോക്ടർ, നമ്മുടെ അസ്റ്റമിംസിലെ നമ്മുടെ ന്യൂനറ്റോളജി സ്പെഷ്യലിസ്റ്റ് നമ്മുടെ ഡോക്ടർ ഗോകുൽദാസ്, ആ ഡോക്ടറെ തന്നെ ഞാൻ ഇപ്പോഴും കാണിക്കുന്നത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. എന്താ പറയുക, എല്ലാം നമുക്ക് പറയാം. അതുപോലെ തന്നെ ഡോക്ടർ അങ്ങനെ പേടിപ്പിക്കുകയൊന്നുമില്ല. അപ്പോൾ വലിയ കുഴപ്പവും കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ചെറിയ എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് പറഞ്ഞു. സോ ചെറിയൊരു മരുന്നൊക്കെ തന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്തായാലും അവിടെ വരെ എത്തിയല്ലേ. പുതിയതായിട്ട് മുഴപ്പിലങ്ങാട് വോക്ക് വേ ഒക്കെ വന്നിട്ട് പോകണം എന്ന് വിചാരിച്ചല്ലാതെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷുട്ട് എപ്പോഴും കടലാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ ആയി അവൾ ആക്ച്വലി ബീച്ചിൽ പോയിട്ട് കളിക്കാനൊക്കെ നിന്നിട്ട്. അതുകൊണ്ട് നമ്മൾ അവളെയും കൊണ്ട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ട്രെയിൻ കണ്ടതിൻ്റെ ആ ഒരു ഭയങ്കര ആവേശത്തിലാണ്. അവൾക്ക് ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിനിൽ അവൾ ഇതുവരെ കയറിയിട്ടില്ല, കയറ്റണം. അങ്ങനെ ഇതാ നമ്മൾ മുഴപ്പിലങ്ങാട് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളൊരു വർക്കിംഗ് ഡേ പോയിട്ടുണ്ടായിരുന്നു, ഫ്രൈഡേ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ തിരക്കും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ വാക്ക്വേൻ്റെ അവിടുന്ന് ആൾ ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് തന്നെ അവൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി. ആൻഡ് ബീച്ചിൽ ഇറങ്ങി കുറച്ച് സമയമായതിന് ശേഷം നമുക്ക് വാക്ക്വേയിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. വാക്ക്വേയിൽ ഇപ്പം കുറേ കുട്ടികളായിട്ട് പോകാനൊക്കെ അടിപൊളി സ്ഥലമാണ്. കാരണം അവർക്ക് കളിക്കാനുള്ള കുറേ സ്ഥലമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇത് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൂടി നടക്കേണ്ടി വരും. നമ്മൾ ആദ്യം ഇങ്ങനെ പോവും, എന്നിട്ട് അല്ലേ ഇവക്ക് ഇറങ്ങാനാന്ന് ഇവള് പറയുന്നത്. അതല്ലേ നമ്മൾ വണ്ടി എവിടെയാ വെക്കുക, നമുക്കൊന്ന് ഇറങ്ങണം, ഒന്ന് അർമാദിക്കണം അല്ലേ. ഫുഡിൻ്റെ കാര്യത്തിൽ ഞാനും ചുട്ടും പിന്നെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത സെയിം ടു സെയിം ആൾക്കാരാട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിൽ ഇത് കണ്ടപ്പോൾ അവൾ തന്നെ പറഞ്ഞു അത് വേണമെന്ന്. ഞാൻ അധികം കൊടുത്തൊന്നുമില്ല, ജസ്റ്റ് ഒരെണ്ണം അവളുടെ ആ ഒരു ആഗ്രഹത്തിന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചിരിച്ചേ. ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നാളിന് ശേഷം വന്നുകൊണ്ട് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ബീച്ചസിൽ അങ്ങനെ പോയിട്ടില്ല. നമ്മൾ പോവുക, കാണുക, വരിക എന്നല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് കളിക്കാത്തത് ഇപ്പോൾ അവൾ കുറേ ആയി. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഷുട്ടൂനൊരു 6 മന്ത് ഉള്ള അതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ ഇവിടെ വരുത്തുണ്ടായിരുന്നു. ആ സമയത്ത് അവൾക്ക് പിന്നെ അറിയില്ല എന്താണെന്ന് സംഭവം എന്നുള്ളത്. ചെറുതായിട്ട് നമ്മൾ കാല് നനക്കും പോവും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അവൾ എത്ര പെട്ടെന്നാണ് വലുതാകുന്നത്. ഇത്തിരി കഴിഞ്ഞപ്പോൾ നമ്മൾ 1 വയസ്സായപ്പോൾ കൊണ്ടേ കളിച്ച് വെള്ളത്തിലൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അവൾക്ക് 2 വയസ്സായി. അങ്ങനെ ഓരോ പ്രാവശ്യം അവളുടെ എന്താ പറയുക ഇങ്ങനെ കൂടിക്കൂടി വരികയെന്ന് പ്രായം. അതുപോലെ തന്നെ ആൾ വലിയതായി. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ചുട്ടു ഞാൻ അത്ര കുഞ്ഞായപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം എന്നുള്ളത്. അപ്പോൾ ആള് കളിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ വരാനും കുറച്ചധികം പാടുപെട്ടു. ഞാൻ എടുത്ത് ഓടിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ എന്താ പറയുക, ഡ്രസ്സൊക്കെ ചീത്തയായി. ഞാൻ പാൻറ്റൊക്കെ അയച്ചൂരി മാറ്റി, പാമ്പസൊക്കെ മാത്രം ഇട്ടിച്ചായിരുന്നു പിന്നെയുള്ള നടത്തവും പരിപാടിയൊക്കെ.
എനിക്ക് കോഴിക്കോട് പോകണം. എന്തിനാ ഞാനിപ്പോ എന്താ ഇത് ബിഗ്ഗാ കിട്ടോ, ഇത് ബിഗ്ഗാ. അപ്പുറത്തെ സ്മോളിൽ തരാം, അവിടെ കഴിക്കാം. ഇവിടെ ഇവിടെ ബിഗ്ഗാ. അത് ഇതിലും വലുതാണ്, ഇതിലും എനിക്ക് പറ്റൂല, അതാ നല്ലത്. അമ്മയ്ക്ക് കയറാൻ പറ്റില്ല, അമ്മനെ കഴിച്ചൂല, അതെല്ലാം പറഞ്ഞ് ഇതിൽ കയറിക്കോളൂ. ഇതാ സ്മോള്, ഇതിൽ കഴിക്കാം. ആരാ പാമ്പേഴ്സ് മാത്രം ഇട്ട പെണ്ണ്? നോക്കി അമ്മേന്റെ ഫോണിൽ നോക്കിയേ. വലിയ വീരശൂര പരാക്രമിൻ്റെ കളിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഹൈറ്റുള്ള സ്ഥലത്തൊക്കെ കയറി ഊരാനുള്ള ആൾക്ക് ഭയങ്കര പേടിയാട്ടോ. എന്താ പറയുക, ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഞാൻ പിന്നെ അവളെ പരമാവധി ഞാനല്ല നമ്മൾ രണ്ടുപേരും കുറച്ചുകൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ആ പേടി മാറ്റി അതിൽ കൂടെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഒറ്റ പ്രാവശ്യം മാത്രമേ ആ പേടി ഉണ്ടാവും, പിന്നെ അങ്ങനെ അവൾ സെറ്റായിക്കോളും. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റിലുള്ള സ്ഥലമായതുകൊണ്ട് ആൾ കുറച്ച് പേടിയായിരുന്നു. പിന്നെ ഒന്ന് സെറ്റായി. നമ്മൾ ഒന്ന് നിർബന്ധിച്ച് ഒന്ന് ഊരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെന്ന് വരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു മൂപ്പർ. അങ്ങനെ കുറച്ച് സമയം കളിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക, മെല്ലെ എടുത്ത ആളെ വണ്ടി കയറ്റി ഞാൻ വരുമ്പോൾ ആൾക്ക് ഹോർലിക്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. നല്ല പോലെ കളിച്ച് ക്ഷീണിച്ചു. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു, നമ്മൾ അവിടെ നിന്ന് തന്നെ കഴുകിച്ചു, കാലൊക്കെ വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം കണ്ട് കഴിഞ്ഞ് വരുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് കുതിരേനെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ഒച്ചപ്പാടിലായിരുന്നു. പിന്നെ അപ്പോൾ അതൊക്കെ എടുത്ത് വണ്ടിയിലിട്ടു. കാരണം നമ്മൾ വടകര അങ്ങോട്ട് കാവൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റാവും അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ വിടാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളതാണ് പരിപാടി. നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഹണി കേക്കിൽ പോകാമെന്ന് വിചാരിച്ചു. ഹണി കേക്കിൽ പോയിട്ട് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് പൊറോട്ട ബർഗർ ട്രൈ ചെയ്യണം. കുറേ നാളായി നമ്മൾ റീൽസിലൊക്കെ കണ്ട് കുറച്ചധികം ഹൈപ്പിൽ നിൽക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരെ നമ്മൾ തലശ്ശേരിക്കേക്ക് വിട്ടു. വരുന്ന വഴിക്ക് നമ്മൾ ഹൈവേ വഴി കയറിയില്ല. അങ്ങനെ ഇതാ നമ്മൾ ഹണി കേക്കിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഹണി കേക്കിൽ കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചാലും നല്ല കിടിലം ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ ഇതാ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറച്ചധികം വിശപ്പുണ്ടായിരുന്നു, കാരണം വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അങ്ങനെ നമ്മൾ പൊറോട്ട ബർഗറൊക്കെ ഓർഡർ ചെയ്തു. ദിസ് ഈസ് ദ ബർഗർ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ, വെറൈറ്റി ടേസ്റ്റ് ഇല്ല. യമ്മിയാ മുളക്. ഇത് അവരുടെ ഒരു മിനി പാർട്ടി ഹാളായിരുന്നു. അപ്പോൾ അവിടെ ബലൂൺ കണ്ടിട്ട് ഷുട്ടൂപ്പിൻ്റെ ശ്രദ്ധ പിന്നെ അങ്ങോട്ടേക്ക് പോയി. അതിന് നമ്മൾ അതൊക്കെ കഴിച്ചിതാ പതുക്കെ ഇറങ്ങി. കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ബട്ട് എന്നാലും സാധാരണ ഉള്ളതിനേക്കാളും കുറവായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചതാ നേരെ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിതാ നേരെ പിന്നെ വീട്ടിലെത്തി, പിന്നെ പോയി കിടന്നുറങ്ങി. വേറെ പ്രത്യേകിച്ച് ഒരു വിശേഷം ഉണ്ടായിരുന്നില്ല.
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക. നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചാച്ച ബൈ ബൈ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്.